പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും ഒരു പ്രഭാത ചിന്ത കൂടെ പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ മനോഹരമായ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതം നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയുടെ പ്രമേയം സമ്പന്നരാകുക എന്നുള്ള ഒരു വിഷയമാണ്. വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി സമ്പന്നതയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമ്പന്നനാകുക എന്നത് ദൈവഹിതത്തിന് ഒരിക്കലും എതിരല്ല. പക്ഷേ സമ്പത്ത് നമ്മുടെ യജമാനനാകരുത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരണം ഇപ്പം നമ്മൾ പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ച് അധ്വാനിച്ച് നീതിയോടെ ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി കൊടുക്കുവാൻ മനസ്സുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയാണ്. അതിന് ഒരു തെളിവായ ഒരു വാക്യം സദൃശ്യ 28:20 സമ്പന്നനാകാൻ ഓടുന്നതിന് പകരം വിശ്വസ്തനാകാൻ ഓടുക എന്നുള്ളതാണ് എനിക്ക് ഈ പ്രഭാതത്തിൽ പറയുവാനുള്ളത്. അങ്ങനെ നാം വിശ്വസ്തരായിരുന്നാൽ സമ്പത്ത് നമ്മെ തേടി വരുവാൻ ഇടയായിത്തീരും. അവിടെ വായിക്കുന്നത്, വിശ്വസ്തനായ പുരുഷന് അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകും എന്നുള്ളത്. ഒരു സമ്പന്നതയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സമ്പന്നരാകുക എന്നതൊരിക്കലും തെറ്റ് അല്ലവേ അല്ല. എന്നാൽ എന്തിനാണ് സമ്പന്നരാകുന്നത്? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. സമ്പന്നനാകുക എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ് അതിൻ്റെ യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നവൻ നിന്റെ ദൈവമായ യഹോവയെന്ന് നീ ഓർക്കണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ വന്ന് കുമിഞ്ഞുകൂടുന്ന സമ്പത്ത് അതുണ്ടാക്കുവാൻ ആരാ നമുക്ക് കഴിവ് തന്നത്? നമുക്ക് കഴിവ് തന്നത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. അധ്വാനിക്കുവാനുള്ള കഴിവ്, ബുദ്ധി, അവസരങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് സമ്പന്നനാകുമ്പോൾ എൻ്റെ കൈയുടെ ബലം കൊണ്ട് എന്ന് ഒരിക്കലും അഹങ്കരിക്കരുത്. നമുക്കറിയാം, ബാബിലോണിൻ്റെ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ താൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കരങ്ങൾ കൊണ്ട്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, എൻ്റെ പ്രതാപം കൊണ്ട് പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ചതെന്താണ്? ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കാതെ, ദൈവം നമുക്ക് തന്ന കഴിവിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവം നമുക്ക് തന്ന ബലത്തിൽ, ശക്തിയിൽ, ജ്ഞാനത്തിൽ, അറിവിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം വിവേകത്തിൽ നാം ഊന്നുന്നവരായി മാറുകയാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ പരിണിത ഫലം? ഒരിക്കലും നമ്മുടെ കൈകൊണ്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി എന്ന് പറയാൻ ഇടവന്നാൽ, വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, അവനെ മൃഗങ്ങളോടുകൂടെ പാർപ്പിച്ചു എന്നാണ്. അതേ പ്രിയരെ, ദൈവത്തിനൊരു നിമിഷം മതി നമ്മുടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുക്കുവാൻ. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ മറന്ന് നാം കാര്യങ്ങൾ ചെയ്യുന്നവരാകരുത് എന്ന കാര്യം ഈ പ്രബോധനത്തിൽ ഓർപ്പിക്കുകയാണ്. സമ്പത്തിനേക്കാൾ
വലുത് എന്താണ്? രണ്ടാമത്തത്, സമ്പത്തിനേക്കാൾ വലുത് ജ്ഞാനമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 16:16 ജ്ഞാനം സമ്പാദിക്കുന്നത് സ്വർണത്തെക്കാൾ എത്രയോ ഉത്തമം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പലർക്കും പണമുണ്ടായിട്ടും സമാധാനമില്ലാത്ത എത്രയോ പേരുണ്ടെന്നറിയാം. ദൈവഭയവും സംതൃപ്തിയുമുള്ള ഒരു ഹൃദയമാണ് ഏറ്റവും വലിയ നിക്ഷേപം. തിമോഥെയോസിന്റെ ലേഖനം 6:6 നാം വായിക്കുന്നത് അങ്ങനെയാണ്. ദൈവഭക്തി സംതൃപ്തിയോടുകൂടിയതാകുമ്പോൾ അതൊരു വലിയ ലാഭമാണ്. അപ്പൊ ഇവിടെ നാം വായിക്കുന്നത് ജ്ഞാനം ആണ് സമ്പത്തിനേക്കാൾ വലുത്. നമുക്കറിയാം, പലരുടെയും ബിസിനസ് തകർന്ന് തരിപ്പണമാകാൻ കാരണം അവര് ഉദ്ദേശിക്കുന്ന ഒരു ഉന്നതിയിൽ എത്തപ്പെടുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. പലരും അവരെ പറ്റിക്കുന്നു, പലരും അവരെ തേച്ചിട്ട് പോകുന്നു, പലരും അവരെ ഇല്ലായ്മ ചെയ്യുന്നു, പലരും ഉപായബുദ്ധിയാൽ അവരെ ചതിക്കുകയാണ്. എന്താ കാരണം? ജ്ഞാനത്തിൻ്റെ കുറവാണ്. ആ ജ്ഞാനം എവിടുന്നാണ് നമുക്ക് ലഭിക്കപ്പെടേണ്ടത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സമ്പത്ത് നിനക്കുണ്ടാകുവാൻ നീ യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക. 2, നീ ജ്ഞാനമുള്ളവനായി യഹോവ ഭക്തിയുള്ളവനായി മാറുക. അങ്ങനെ മാറിയാൽ നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു ശുഭ തുറമുഖം തരാൻ കാണിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ.